അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്ന് ആവലാതി പറയുകയാണ്. എന്താണ് ആ സ്ത്രീയുടെ പരാതി? ആ സ്ത്രീ ഒരു തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്താണ് ആ സ്ത്രീ ചെയ്ത തെറ്റ്? അവർ പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ സ്ത്രീ വ്യഭിചാരത്തിനാൽ ഗർഭിണിയായൊരു പെണ്ണാണ്. അവർക്കങ്ങനെ സംഭവിച്ചു പോയതിൽ അവർക്കൊരു കുറ്റബോധമുണ്ട്. ചെയ്തത് വളരെ മോശമായി പോയി, തെറ്റായി പോയി, അതിൽ നിന്ന് പശ്ചാത്തപിക്കണം, നന്നാവണം എന്നുള്ള ഒരു സത്യം തിരിച്ചറിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അത് പറയുകയും ചെയ്തു. അപ്പം അള്ളാഹുവിൻ്റെ റസൂല് അവരുടെ രക്ഷിതാവിനെ വിളിക്കുകയാണ്. അവളോട് രക്ഷിതാവിനോട് പറഞ്ഞു, അഹ്സിൻ ഇലൈഹ, ഈ പെണ്ണിന് പ്രസവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്കുക. ഫൈദാ വളഅത്ത് ഫഅ്തിനി, ഈ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ അടുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെ അതുപോലെ അദ്ദേഹം ചെയ്തു. അങ്ങനെ പ്രസവവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ പെണ്ണിനെ രക്ഷിതാവ് നബിതങ്ങളടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചു, ആ പെണ്ണിനെ ബന്ധിക്കാൻ. ആ പെണ്ണിൻ്റെ വസ്ത്രം കൊണ്ട് ആ പെണ്ണിനെ ബന്ധിച്ചു. എന്നിട്ട് ആ പെണ്ണിനെ എറിയാൻ കൽപ്പിച്ചു. അങ്ങനെ എറിഞ്ഞു. ആ ഏറിൽ ആ പെണ്ണ് മരണപ്പെട്ടു. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിൻ്റെ മയ്യത്ത് നിസ്കാരം നബി തങ്ങൾ തന്നെ ഇമാമായിട്ട് നിസ്കരിച്ചു. നിസ്കാരം ആ ഒരു സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, വ്യഭിചാരം ചെയ്ത ഒരു പെണ്ണിൻ്റെ, അങ്ങനെ ആ ശിക്ഷയിൽ മരണപ്പെട്ട ഒരു പെണ്ണിൻ്റെ ജനാസയാണോ അങ്ങ് ഇമാമായി നിന്ന് നിസ്കരിക്കുന്നത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്താ ഉമറെ നിങ്ങൾ മനസ്സിലാക്കിയത്? ലഖദ് താബത്ത് തൗബതൻ ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീന ലവസിഅതുഹും. മദീനക്കാരായ 70ഓളം ആളുകൾക്കിടയിൽ ഈ പെണ്ണ് ചെയ്ത തൗബ വീതം വച്ചാൽ അതിൻ്റെയും അപ്പുറത്താണ് ഈ പെണ്ണിൻ്റെ തൗബയുടെ സ്ഥാനം കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ചെയ്ത തൗബ 70 ആളുകൾക്ക് പോലും വിഹിതം വെക്കുന്നതിന് പകരം അതിലേറെ ഉണ്ട്. എത്രയാണ് ആ പെണ്ണിൻ്റെ തൗബ?
കാരണം ആ പെണ്ണ് ചെയ്ത നന്മ എന്താണ് പെണ്ണ് ചെയ്തത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്ത ആ പെണ്ണ് നന്നാവാൻ സന്നദ്ധയായി. അതിന് തൗബ എന്നാണ് നമ്മൾ പറയാം. ഇസ്ലാം തൗബക്ക് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഈ പെണ്ണ് ഇസ്ലാമിൻ്റെ ഗവൺമെൻറ് ഉള്ളിടത്ത്, ഇസ്ലാമിക കോടതി ഉള്ളിടത്ത് വ്യഭിചാരം ചെയ്ത ആളുടെ ശിക്ഷ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നാണ് ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ളിടത്താണ് പറയുന്നത്. അവിവാഹിതനാണെങ്കിൽ, വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ 100 അടി അടിക്കുകയും 1 കൊല്ലം നാട് കടത്തുകയും ചെയ്യണം. ഇതാണ് ഇസ്ലാമിൻ്റെ ശിക്ഷ. ആ അടി എങ്ങനെയാണ്? അവിടെ ഒരു ഭാഗത്തവനെ ബന്ധിച്ച് അങ്ങനെ എണ്ണി എണ്ണി അടിക്കും. 100 അടി പൂർത്തിയായാൽ ശിക്ഷ കഴിഞ്ഞു, പിന്നെ 1 കൊല്ലം നാട് കടത്തുകയും ചെയ്യും. ഇതാണ് ശിക്ഷ. വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലുക, മരിക്കണവരെ എറിയന്നെ. ഇതാണ് ഇസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ അടുത്തുള്ള ശിക്ഷ. ഈ തെറ്റ് വലിയൊരു തെറ്റാണ്. പക്ഷേ അല്ലാഹു തആല പശ്ചാത്താപം സ്വീകരിക്കും. അല്ലാഹു തആലാൻ്റെ ഒരു വിശാലത നോക്കൂ. ഇന്നല്ലാഹ, അല്ലാഹു തആല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. പകൽ ചെയ്ത ദോഷം പൊറുക്കാൻ രാത്രിയിൽ അല്ലാഹു തആല അവൻ്റെ കൈകളെ നീട്ടും, വിശാലം പരത്തുമെന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹ് തൗബ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. വയബ്സുതു യദഹു ബിന്നഹാരി, പകലിൽ അല്ലാഹു തആല കൈകളെ നീട്ടും, അത് രാത്രി ചെയ്ത ദോഷത്തിനെ പൊറുക്കാൻ വേണ്ടി. ഈ ഒരു അവസ്ഥ ഏതുവരെ ഉണ്ടാകും? ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ. സൂര്യനെ പടിഞ്ഞാറ് ഉദിക്കൽ എപ്പോഴേ? അന്ത്യനാളിലല്ലേ? അന്ത്യനാൾ വരെ ഈ ഒരു കാര്യം ഉണ്ടായിക്കൊണ്ട് ഇപ്പോഴും ഉണ്ട്. ഏതൊരു ദിവസമുണ്ട്. റമളാനിലുണ്ട്, ശവ്വാലിലുണ്ട്, മുഹറത്തിലുണ്ട്, എല്ലാത്തിലുണ്ട്. റമളാനിലെ മാത്രമല്ല, 27 രാവിലെ മാത്രമല്ല, അന്ന് പ്രത്യേകത ഉണ്ട്. ചെറുതാക്കി കാണിക്കല്ല, അന്ന് പ്രത്യേകത ഉണ്ട്. പ്രത്യേക രാവുകളിൽ പ്രത്യേകമായിട്ട് തൗബക്ക് വലിയ അംഗീകാരമുണ്ട്. എന്നാൽ അള്ളാഹു എല്ലാ ദിവസവും തൗബ സ്വീകരിക്കും. എന്താണതിന് വേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കുറേ ശബ്ദം ഇട്ടതുകൊണ്ട് കാര്യമില്ല. കുറേ വലിയ ശബ്ദമുള്ള മൈക്കിൽ പറഞ്ഞതുകൊണ്ടും ആയില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. ദോഷം മനുഷ്യനുമായിട്ട് ബന്ധമില്ലതല്ല. ഈ സ്ത്രീ ചെയ്ത ദോഷം മറ്റൊരു മനുഷ്യനുമായിട്ട് കടപ്പാടുള്ളതല്ല, അല്ലാഹു തആലയോട് മാത്രം കടപ്പാടുള്ളതാണ്. ആ പെണ്ണ് എന്താ ചെയ്തത്? അന്നത്തെ ജഡ്ജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ജഡ്ജിയോട് വന്ന് പറഞ്ഞു, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ട് എൻ്റെ മേലുള്ള ശിക്ഷ നടപ്പാക്കണം. അപ്പം നമ്മളെ രാജ്യത്ത് ജീവിക്കുന്ന നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ഇസ്ലാമിക ഗവൺമെൻറ് അല്ല ഉള്ളത്. അല്ലാഹു തആലയോട് പശ്ചാത്തപിക്കുക. തെറ്റ് ചെയ്തവർ ഒന്നാമത് ഖേദമുണ്ടാവുക മനസ്സിൽ. ഞാൻ ആ ചെയ്തത് ചെയ്യണ്ടില്ലായിരുന്നു, മോശമായിപ്പോയല്ലോ, എന്തിനാ ഞാൻ ചെയ്തത് എന്നുള്ളൊരു ഖേദം മനസ്സിലുണ്ടാവണം. നാവുകൊണ്ട് പറയേണ്ടതല്ല. രണ്ടാമത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷത്തിൽ നിന്ന് മുറിഞ്ഞൊഴിവാകാം. പിന്നെ ആ ദോഷമായിട്ട് ഒരു നിലക്കും അവൻ ബന്ധം ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത് ഇനി ഒരിക്കലും ആ ദോഷത്തിലേക്ക് മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കുക, ദൃഢനിശ്ചയം ചെയ്യാം. ഈ 3 കാര്യങ്ങളോ ഒത്തുവന്നാൽ തൗബയായി. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഷെയർ ചെയ്യണം. ഇതൊക്കെ ഒരുപാട് അറിവുകൾ ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുമെന്നുള്ള
ഉപകരിക്കട്ടെ എന്നുള്ള ഒരു വിശാല മനസ്സോടെ ഒരു പ്രതീക്ഷയോടെയാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങളിത് ഷെയർ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കട്ടെ. നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.